ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോന്നോ. അപ്പം എനിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അമ്മ പറഞ്ഞു ശരി നമുക്ക് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് ഇപ്പം അങ്ങനെ കഴിക്കാനൊന്നും ഒക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തൊക്കെ മായം ചേർന്നതാ, ഫുഡിൽ എന്തെങ്കിലും ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പം അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ നെയ്യും പിന്നെ ക്യാരറ്റ്, ബീൻസ് അങ്ങനത്തുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും അമ്മ റേഷൻ അരിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് റേഷൻ അരിയാണ്. നല്ല ചൂടുവെള്ളത്തിൽ കുറേ വട്ടം കഴുകി, എന്നിട്ട് നല്ല വെള്ളത്തിൽ ഒരുപാട് വട്ടം കഴുകിയിട്ടാണ് ഉണ്ടാക്കുന്നത്. റേഷൻ അരിയിൽ ഉണ്ടാക്കുമ്പം എന്താ പറയുക, അതും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു രുചി വ്യത്യാസമോ അങ്ങനെ ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം പലരും ഇങ്ങനെ റേഷൻ്റെ അരിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഒരാൾ ഒളിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ അമ്മയുടെ ബാക്കിൽ? ആൾക്ക് ഇറങ്ങി വരാൻ ഭയങ്കര പേടിയാട്ടോ. ഞാൻ അമ്മയുടെ അതാ പറഞ്ഞത്, അതുകൊണ്ട് മാമൻ ദോ ഒളിച്ച് നിൽക്കുന്നുണ്ട് ഇറങ്ങി വരാത്തേന്ന്. അപ്പം ഈ ആഴമുള്ള കുഴി നടക്കുന്ന സ്ഥലത്ത് എന്താ പറയുക, എന്തെങ്കിലും ആഴമുള്ള എന്തെങ്കിലും കുഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഭയങ്കര പേടിയാണ് ആശാന് ഇറങ്ങാനും ഒക്കെ. ഇച്ചിരി ചെറിയ കുഴിയാണെങ്കിൽ പോലും ഭയങ്കര പേടിയാട്ടോ. ഈ പടിയൊക്കെ ഇറങ്ങാനും ഭയങ്കര പേടിയാണ്. അതങ്ങനെ ഭിത്തിയോട് ചേർന്ന് പല്ലി പറ്റി ചേർന്നിരിക്കുന്ന പോലെ നിൽക്കുന്നത് അവിടെ അങ്ങനെ. അപ്പം അമ്മ ദാ ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് കഴിയുന്നുണ്ട്. ചിക്കൻ വാങ്ങിയായിരുന്നു. അപ്പം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ, ഇത് ചെറിയ പീസാക്കണോ? അപ്പം ഞാൻ പറഞ്ഞ അമ്മേ, ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കണ്ട. അത് എന്താ പറയുക, എനിക്ക് ഒരു പീസ് എടുത്താൽ മതി, ഒന്നല്ലെങ്കിൽ 2 പീസ്. അപ്പം ഒരുപാട് ചെറിയ പീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് വലിയ പീസാണ് ഇഷ്ടം. ഒരൊറ്റ പീസ് എടുത്ത് നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ അമ്മയടുത്ത് അങ്ങനെ എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ശരി നമുക്ക് അങ്ങനെ എടുക്കാമെന്ന്. അത് കഴിഞ്ഞപ്പോൾ അമ്മ വാഴയില വെട്ടാൻ പോവാണ് കേട്ടോ. അത് എന്തിനാന്ന് ഞാൻ പിന്നെ പറയാം എന്തിനാന്ന്. ഇത് നമ്മുടെ അയ്യത്തെ കൊലയാണ് കേട്ടോ. ഇവിടെ എന്ത് നട്ടാലും നമുക്ക് കിട്ടാറില്ല. എല്ലാം പന്നിച്ചേട്ടൻ വന്ന് കൊണ്ടുപോകും. പന്നി കയറുന്ന സ്ഥലമാണ് കേട്ടോ. അമ്മ ചേമ്പും കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം പന്നി കൊണ്ടുപോയി. എല്ലാം നമുക്ക് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. അമ്മയാണെങ്കിൽ കാല് ഒന്നും വയ്യാതെ അമ്മയും അച്ഛനും കൂടെ കയറി ഇറങ്ങി എല്ലാം നട്ടും എടുത്തും ഒക്കെ വെച്ചിരുന്നതാണ്. പക്ഷേ നമുക്കൊന്നും കിട്ടാതെ എല്ലാം പന്നി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. രാവിലെ വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബഹളമായിട്ട് പന്നി കയറി കിളച്ച് മറിച്ച്. ഇപ്പം വാഴ ഒരു 5-6 നിപ്പുണ്ട്. ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല കിളച്ച് മറിച്ച് അത് നശിപ്പിച്ചിട്ടിട്ട് പോന്നേ. ദാണ്ട് ഇത് കണ്ടോ, അമ്മ തേങ്ങ പൊതിക്കുകയാണേ. ദാണ്ട് ഞാനും മാമനും അവിടെ ഇപ്പോൾ ഉണ്ട്. തേങ്ങാ വെള്ളത്തിനുള്ള ഇരുത്തിയാണ് ഞങ്ങളുടെ 2 പേരുടെയും. പിന്നെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് തേങ്ങ വെള്ളം വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തേങ്ങ വെള്ളം വേണമെന്ന്. അങ്ങനെ തേങ്ങ പൊട്ടിച്ച് ദാണ്ട് മാമനാണ് ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തത് കേട്ടോ. അപ്പം തേങ്ങ വെള്ളം പൊട്ടിച്ചൊഴിച്ച് എനിക്ക് തരുന്നുണ്ട് കേട്ടോ. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് മാമന് കൊടുക്കുന്നുണ്ട്. ഞാൻ തരുമോയെന്ന് കാത്തിരിക്കുമോ, നിങ്ങൾ കണ്ടില്ലേ എന്നെ നോക്കുന്നത്. അപ്പം ഞാനത് കൊടുത്തു, മാമൻ കുടിച്ചു. അത് കഴിഞ്ഞപ്പം അമ്മ ദാണ്ടെ ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ള കേട്ടോ. കുനുകുന അരിഞ്ഞിട്ട് ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് തേങ്ങ വഴറ്റിയെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളി വഴറ്റിയെടുക്കും, അങ്ങനെ ചെയ്യുന്നത്. അപ്പം ചിക്കന് വേണ്ടിയിട്ടുള്ള തേങ്ങ അമ്മ കുനുകുന അരിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് എനിക്കും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും തിന്നിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ അമ്മ ദാ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സവാള ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയും കുഞ്ഞുള്ളിയാണ് അരിയുന്നത്. വേണ്ടേ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ഞാൻ എന്ത് കോപ്രായം കാണിച്ചാലും അതുപോലെ കാണിക്കും. ഞാൻ ഡാൻസ് കളിച്ചാലും ചിലപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ആശാന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാമ വാ മാമ നമുക്ക് സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ വന്ന് നിൽക്കുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൂടെ കൂട്ടുന്നതും കാര്യമൊക്കെ പറയുന്നതൊക്കെ ആശാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദാണ്ട ഞാൻ സെൽഫിയാന്ന് പറഞ്ഞ് പറ്റിച്ചതാട്ടോ. അതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നത്. ദാണ്ടെ ഇപ്പോൾ അരി ഏകദേശം അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇടണം. പിന്നില്ലേ ഞങ്ങളുടെ അടുക്കളയെന്ന് പറഞ്ഞത് പഴയ അടുക്കളയാണ് കേട്ടോ.
അത് കുറേ എന്താ അടുപ്പിൻ്റെ ഭാഗമൊക്കെ കുറേ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പം എല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നന്നാക്കി. അപ്പോൾ ഇത് കണ്ടില്ലേ, മാമൻ ദാ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഓരോരോ ഡാൻസിൻ്റെ സ്റ്റെപ്പും ഒക്കെ ഇങ്ങനെ, ഇത് പുഷ്പയിലെ സ്റ്റെപ്പാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് ആശാൻ. അപ്പോൾ ദാ അരി കണ്ടോ തിളച്ചിട്ടുണ്ട്. റേഷൻ്റെ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ, അധികം താമസമൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഇതാ അമ്മ നെയ്ക്കകത്ത് മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇടാൻ കാണത്തില്ല. ഞാനിങ്ങനെ വാരി വാരി തിന്നും കേട്ടോ, അടുത്ത് നിൽക്കുവാണെങ്കിൽ. പിന്നെ അടുത്ത് നിൽക്കുന്ന മാമനും കൊടുക്കും. മാമൻ അതിൽ നിന്ന് കൈയിട്ട് 2-3 അല്ലാതെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ലാസ്റ്റ് ഇച്ചിരിയേ കാണത്തുള്ളൂ. അമ്മ വഴക്ക് പറയും ലാസ്റ്റ്, ഇനി എടുത്തോണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ കല്ലിലിട്ട് ചതച്ചിട്ടങ്ങിടും. ദാണ്ടെ അരി വെന്തിട്ടുണ്ട്. അപ്പം അമ്മ ഇടയ്ക്കൂടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ദാണ്ടെ അരി വെന്തോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മ എടുത്തോ ഇനിയും കിടന്ന റേഷൻ്റെ അരി ആയതുകൊണ്ട് ഇത് ഒരുപാട് വെന്താൽ കൊള്ളത്തില്ലല്ലോ. അപ്പം നമ്മൾ അരിയാണെങ്കിൽ ഇതെല്ലാം കൊട്ടയിലോട്ട് വാരിയിടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം അതിലെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അമ്മ ദാ വീണ്ടും അത് ഉരുളിയിലേക്ക് വീണ്ടും മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല രസം അമ്മ ചെയ്യുന്ന കാണാൻ കേട്ടോ. എനിക്കിത് ലാസ്റ്റ് പ്രോസസ്സ് അമ്മ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അത്തപ്പൂ ഇടുന്നതിൻ്റെ കൂട്ട് എനിക്ക് ചില സമയം തോന്നും കേട്ടോ. അപ്പം ഞാനിങ്ങനെ അടുത്ത് നിന്ന് പറയും, അമ്മ ചെയ്യുന്നതാണ് നല്ല രസമുണ്ട്, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു, നല്ല മണം വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അടുത്ത് നിന്ന് പറയുമ്പോൾ അമ്മ വഴക്ക് പറയും. അങ്ങനെയൊന്നും ഇരുന്ന് പറയല്ലേ, എണീറ്റ് പോകാനൊക്കെ പറയും കേട്ടോ. ഇപ്പം ഞാനങ്ങനെ പറയാറില്ല. പണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പലഹാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും, അമ്മയെ നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പം ചിലപ്പം ചില ഭക്ഷണത്തിൽ നമുക്ക് കൊതി കിട്ടിയാലോ നമ്മളങ്ങനെ പറയുമ്പം. അതുകൊണ്ടാണ് അമ്മ തന്നെ വഴക്ക് പറഞ്ഞത്. ഇപ്പം അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ ചോറ് വിതറിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പം നല്ല രസമാണ് കാണാൻ. രസം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വാഴയില പിച്ച് ചെയ്ത് ഇത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കനലിൽ കുറച്ചൊരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ട് പിന്നെ അങ്ങ് മാറ്റി വെക്കും. അങ്ങനെയാണ്. ഇനിയിപ്പം ചിക്കൻ്റെ പരിപാടിയാണ്. ചിക്കന് എന്താ പറയുക, ആദ്യം എണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് വഴറ്റി, പിന്നെ അത് കഴിഞ്ഞ് ഉള്ളി ഇട്ടു. കൊച്ചുള്ളിയും സവാളയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ, നല്ല രുചിയും കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഉള്ളിയും ഇതുണ്ടല്ലോ ഇത് മാറ്റി വെക്കും. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ അതിലെ വെള്ളം വറ്റിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ആ ചിക്കനിൽ നല്ല ഉറച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അല്ലാതെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ എന്താ പറയുക, ഒരുമാതിരി അകം വേവാത്ത കണക്കത്തുള്ളൊരു ഇതുപോലാവും. എനിക്കത് അത്ര ഇഷ്ടമല്ല, എനിക്കിങ്ങനെ വെക്കുന്ന ഇഷ്ടം. അപ്പോൾ അമ്മ ദാ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വെക്കുന്നുണ്ട്. അമ്മ ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്ന്. ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ. അപ്പം എനിക്ക് കമൻറ്റ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണക്കത്തുള്ള സന്തോഷം തോന്നി കേട്ടോ. അപ്പം ദാ അച്ഛൻ ടൗണിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വന്നു. അപ്പം മരുന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് അമ്മയടുത്ത് എന്തോ പറയുകയാണ് കേട്ടോ, ടൗണിൽ പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ദാ മാമൻ ചുമയ്ക്കുന്നു, അതായത് പുക കൂടിയപ്പം ചുമയ്ക്കുകയാണ്. അപ്പം അമ്മ തീയൊക്കെ ഒന്ന് നേരെയാക്കി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ദാ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടോ, നല്ലപോലെ വെള്ളം ഇറങ്ങും. ഈ വെള്ളമെല്ലാം വറ്റിച്ച് കളഞ്ഞിട്ട് അമ്മ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഇതില്ലേ ഏതാ ഉള്ളിയും തേങ്ങയും അതൊക്കെ, അത് ഇതിലോട്ട് തട്ടിയിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതിന് ശേഷമാണ് വറുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്താ പറയുക, അമ്മ ഒരുമിച്ച് ചേർത്ത് കലക്കി ഇതിൻ്റെ അത് ചിക്കനിനകത്തോട്ട് ചേർക്കും. അപ്പോൾ നേരത്തെ എടുത്ത് വെക്കും വറുത്തിട്ടേ, മുളകും മല്ലിയും ഗരം മസാലയൊക്കെ. അപ്പം അത് ഇതിലോട്ട് തട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെക്കും. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറവുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിടാം. അങ്ങനെ അമ്മ ലാസ്റ്റ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാ വീട്ടിലും അങ്ങനെയാണ് ചെയ്യാറുള്ളതല്ലേ. നിങ്ങളൊക്കെ ഇങ്ങനെ ചിക്കൻ വെക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. റോസ്റ്റ് പോലാണോ അതോ ചാറ് വറ്റിച്ചിട്ടാണോ എടുക്കുന്നത്? അമ്മയെല്ലാം ചെയ്യും, റോസ്റ്റ് പോലെ വെക്കും, ചാറില്ലാണ്ട് വെക്കും, ചിക്കൻ ഫ്രൈ ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാത്തിനും അടിപൊളിയാണ്. അപ്പോൾ ദാണ്ടെ നമ്മുടെ ചിക്കൻ അമ്മ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു. ദാണ്ടെ നമ്മുടെ ചിക്കൻ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ അമ്മ കടുകെല്ലാം വറുത്തിടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം സലാഡിന് അരിയാം കേട്ടോ. തക്കാളി, പിന്നെ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ അരിയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ
മാമന് കൊടുക്കുന്നത്. മാമന് മാത്രമല്ല എനിക്കും തരുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ഇരുന്ന് അമ്മ തക്കാളി ഇങ്ങനത്തെ എന്തെങ്കിലും അരിയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തരും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അമ്മ എല്ലാം ഇങ്ങനെ തരുമെന്ന്. അപ്പോൾ ദാ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തിന്നുന്നുണ്ട്. തക്കാളി നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ അമ്മ മുറിച്ച് തന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അത് തിന്നാൻ. ഞാൻ തക്കാളിയൊന്നും അങ്ങനെ കഴിക്കാറില്ല, വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാറില്ല. ഇപ്പോഴാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ദേ എൻ്റെ അടുത്ത് ചോദിച്ച് പുളിയുണ്ടോ, ഉപ്പ് ഒഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഉപ്പൊന്നും ഒഴിക്കേണ്ട, ഉപ്പും പുളിയും എല്ലാം ഉണ്ട്, കറക്റ്റ് പരുവ. പിന്നെ അമ്മ ഉപ്പ് ഒഴിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. അമ്മ ഉപ്പ് നോക്കുന്നുണ്ട്, എല്ലാം കറക്റ്റ് പരുവ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഉപ്പ് നോക്കാൻ തായോ എന്ന് പറഞ്ഞപ്പം അമ്മ ദാ ഒരു പാത്രത്തിൽ എനിക്ക് ചിക്കൻ തരുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ കരൾ നോക്കി തരുന്നുണ്ട്. എനിക്ക് കരൾ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ. അപ്പോൾ അതിൽ നിന്ന് എന്താ അമ്മ നോക്കുന്നുണ്ട്, കരൾ ഈ സൈഡിൽ എവിടെയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പം അതിൽ നിന്ന് എനിക്ക് കരൾ തന്നു. അപ്പം ഞാൻ കരൾ ഭയങ്കര ചൂടാട്ടോ, കരൾ ഞാൻ കഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാമനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിക്കൻ്റെ പീസ് തന്നു, അത് ഞാൻ കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വിയർത്ത് കുളിച്ച് ഭയങ്കര ചൂടാണ്. അപ്പം പുറത്ത് നല്ല ചൂടും പിന്നെ അടുപ്പിൽ നിന്ന് ചൂടോടുകൂടി എടുത്തുകൊണ്ട് ഭയങ്കര ചൂടാണ്, നാക്കൊക്കെ പൊള്ളി കേട്ടോ. അപ്പോൾ ഇതേ പപ്പടം അമ്മ കാച്ചി വെച്ചു. പിന്നെ ചോറായി. ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരുപോലെ പ്ലേറ്റ് നിരത്തി വെച്ച് വിളമ്പും. അമ്മയും അതുപോലെ വിളമ്പി ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവച്ചിരുന്ന് കഴിക്കും. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ആണോ ഫുഡൊക്കെ കഴിക്കുന്നത്? കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ വിശേഷമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം, എല്ലാം പറയണം. പിന്നെ മാമനെ ഇഷ്ടമുണ്ട്, അമ്മ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് കണ്ടു. അപ്പം ഞാൻ അമ്മയടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിടുന്ന കമൻറ്റ്സും എല്ലാം അമ്മയടുത്ത് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ ഇനിയും കമൻറ്റ് ഇടണം. അപ്പോൾ അതേ ചോറായി, ചിക്കനായി, സാലഡായി, പപ്പടായി. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, രുചിയുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം, അടിപൊളിയാണെന്ന്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. ഇനിയും നിങ്ങളുടെ സ്നേഹം വേണം. അപ്പോൾ പുതിയ വീഡിയോ ആയി വരാം. ബൈ ബൈ.